തോ ബശ്ലോം ലഹെർഗോ ദുമോ ഉ എസ്രീൻ വസ്തോ ദിലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 126-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വ്യാകരണ പദാവലിയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ, അതിൻ്റെ സുറിയാനി പേരുകൾ. അക്ഷരമാല എന്നുള്ളതിൻ്റെ സുറിയാനി ഒത്ത് ഓസോ അല്ലെങ്കിൽ ഒസുവോസോ. അക്ഷരമാലയെ പറയുന്നതാണ്. ഓസോ എന്ന് വെച്ചാൽ അടയാളം, അക്കം, അക്ഷരം എന്നൊക്കെയാണ്. അതിൻ്റെ പ്ലൂറലാണ് ഒസുവോസോ. സുറിയാനി അക്ഷരമാല നമ്മൾ പഠിച്ചതാണ്. അതിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് ഒസുവോസോ. ഇനി അക്ഷരങ്ങളുടെ വിഭജനം. ഉച്ചരിക്കുന്ന അവയവങ്ങൾ അനുസരിച്ച് പലതായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. പൂലോഗോ ഡിവിഷൻ, ദ ഒസുവോസോ അക്ഷരങ്ങളുടെ വിഭജനം. തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നവ ഗഗറിയോസോ. ഏതൊക്കെ അക്ഷരങ്ങളാണ് തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ കണ്ഠത്തിൽ നിന്ന് ഉച്ചരിക്കുന്നത്? കണ്ഠ്യം, അതാണ് ഗട്ടറൽസ്. ഓലാഫ്, ഹേ, ഹേത്ത്, എ, ഈ 4 അക്ഷരങ്ങളാണ് ഗഗറിയോസോ കണ്ഠത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്നത്. അടുത്തത് അണ്ണാക്കുകൊണ്ട് ഉച്ചരിക്കുന്നവ പാലറ്റൽസ്. ഹെക്ക് യോസോ, ഹെക്ക് യോസോ. ഇവ ഗോമാൽ, യൂദ്, കോഫ്, കോഫ്. ഈ 4 അക്ഷരങ്ങളാണ് അണ്ണാക്കുകൊണ്ട് ഉച്ചരിക്കുന്നത്. നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് ലേശോനോയോസോ, ലേശോ നോയോസോ ലിംഗ്വൽസ്. ലോമാത്, റീസ് എന്നീ പദങ്ങളാണ് ലിംഗ്വൽസ്. അടുത്തത് മൂക്കിനാൽ ഉച്ചരിക്കുന്നത് നേസൽസ്. നഹീറോയോസോ, നഹീറോയോസോ. മീം, നൂൻ, ഈ അക്ഷരങ്ങളാണ് മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്നത്. നഹീറോയോസോ. പല്ലും നാവിൻ്റെ അഗ്രവും ഉപയോഗിച്ച് ഉച്ചരിക്കുന്നതാണ് ഷേനോയോസോ, ഷേനോയോസോ. ഇവ ദോലാത്ത്, തേത്ത്, താവ്, ഈ 3 അക്ഷരങ്ങളാണ് ദോലാത്ത്, തേത്ത്, താവ് പല്ലുകൊണ്ടും നാവിൻ്റെ അഗ്രം കൊണ്ടും ഉച്ചരിക്കുന്നത്. അടുത്തത് ചുണ്ടുകൾ കൊണ്ട്, ലിപ്സ് കൊണ്ട് ഉച്ചരിക്കുന്നത് സെപ്പ് വോ സോ നോയോ സോ, സെപ്പ് വോ സോ നോയോ സോ. ഇവ ബേത്ത്, വാവ്, പേ. അടുത്തത് സ് എന്ന ശബ്ദമുള്ള ഉഷ്മാക്കൾ, സിബിലൻസ്. മഷ്ർ കനിയോസോ, മഷ്ർ കനിയോസോ. വ സൈൻ, സെമുക്കാസ്, സോദേ, ഷീൻ, ഈ 4 അക്ഷരങ്ങളാണ്. ഇനിയും സ്വരങ്ങളുടെ പേരുകളാണ്. ആ അല്ലെങ്കിൽ ആ എന്ന സ്വരം പ്തോഹോ. സ്വരം ഇതാണ്, പ്തോഹോ. ഈ എന്ന സ്വരം ഹ് ബോസോ, ഇതാണ് ആ സ്വരം. ഉ എന്ന സ്വരം അസോസോ, ഇതാണ് അസോസോ. എ എന്ന സ്വരം റ് ബോസോ, ഇതാണ് എ എന്ന സ്വരം. ഓ എന്ന സ്വരം സ് കോപ്പോ, ഇതാണ് ഓ എന്ന സ്വരം. ഇതാണ് 5 സ്വരങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി ഉച്ചാരണം. ഹെഗിയോനോ, ഓലാഫിന് ഉച്ചാരണമില്ല. ബേത്തിന് ബ, ഗോമാലിന് ഗ, ദോലാദിന് ദ, അങ്ങനെ അങ്ങോട്ട് പോകുന്നു.
ഇനി നാമം നൗൺ എന്നുള്ളതിന് ശ്മോ. ഒരു ഉദാഹരണം തോബോ നല്ലവൻ, തൊബുസോ നല്ലവൾ. ഇനി നാമങ്ങൾ പ്ലൂറൽ ശ്മോഹേ. കുറേ നാമങ്ങളാണ് തോബോ, തൊബുസോ, തോബേ, തോബോസോ. ഇനി ജെൻഡർ ലിംഗം ഗെൻസോ എന്നാണ്. 3 ലിംഗങ്ങളാണുള്ളത്. ദെക്രോനോയോ പുല്ലിംഗം, ദെക്രോനോയോ. തോബോ നല്ലവൻ പുല്ലിംഗനാമം. നെക്ക് ബുത്തോനോയോ ഫെമിനിൻ സ്ത്രീലിംഗം, നെക്ക് ബുത്തോനോയോ നല്ലവൾ, അത് സ്ത്രീലിംഗ നാമമാണ്. ഗാവോനോയോ കോമൺ ജെൻഡർ ഉഭയലിംഗം, ഗാവോനോയോ. സഹ്റോ ഇത് കോമൺ ജെൻഡറാണ്, പുല്ലിംഗമായും സ്ത്രീലിംഗമായും ഉപയോഗിക്കാം. ഇനി വചനം മെനിയോനോ, ഏകവചനം ബഹുവചനം അങ്ങനെ 2 വചനങ്ങളാണ് ഉള്ളത്. മെനിയോനോ. ഹൃദോനോയോ ഏകവചനം, തോബോ നല്ലവൻ ഏകവചനമാണ്, തൊബുസോ നല്ലവൾ ഏകവചനമാണ്. അതിൻ്റെ ബഹുവചനം സാഗി ഓനോയോ, സാഗി ഓനോയോ. തോബേ നല്ലവർ മാസ്കുലിൻ ബഹുവചനമാണ്, ഇത് മാസ്കുലിൻ പ്ലൂറലാണ്. ഇത് ഫെമിനിൻ പ്ലൂറലാണ്, തോബോസോ. ഇനിയും വിശേഷണം ഷൂമോഹോ അഡ്ജക്റ്റീവ്, തോബോ നല്ലവനായ എന്ന വിശേഷണം, തൊബുസോ നല്ലവളായ എന്ന വിശേഷണം. പലതരം നാമങ്ങളാണ്. കോൺക്രീറ്റ് നൗൺ മൂർത്ത നാമം ശ്മോ ഗെൻസോനോയോ, കൃത്യമായി ആകൃതിയും രൂപവും സ്പർശിക്കാവുമായ കാര്യങ്ങളാണ് കോൺക്രീറ്റ് നൗൺ. ഉദാഹരണം ഈലോനോ ട്രീ, അത് നമുക്ക് തൊടാം കാണാം അങ്ങനെയുള്ളതാണ് ഈലോനോ. നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത നാമങ്ങളാണ് അബ്സ്ട്രാക്റ്റ് നൗൺ അമൂർത്ത നാമം. ശ്മോ സൂക്കോലോയോ, ശ്മോ സൂക്കോലോയോ. ഉദാഹരണം സബ്രോ പ്രത്യാശ ഹോപ്പ്, ഇത് നമുക്ക് തൊടാൻ പറ്റത്തില്ല, ഇത് കാണാൻ പറ്റത്തില്ല, പക്ഷെ അതെന്താണെന്ന് അറിയാം. സബ്രോ എന്ന് വെച്ചാൽ ഇതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ അമൂർത്ത നാമം. ഇനിയും പ്രോപ്പർ നൗൺ സംജ്ഞാനാമം, ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പേരുകളൊക്കെ ഇതുമായിട്ട് വരാം. ശ്മോ മോറോനോയോ പ്രോപ്പർ നൗൺ. ഹിന്ദു ഇന്ത്യ ഇതൊരു പ്രോപ്പർ നൗണാണ്, ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഹിന്ദു. ഇനിയും സാമാന്യനാമം കോമൺ നൗൺ ശ്മോ ഖ്യോനോയോ, ഇത് പൊതുവായ ഒന്നിൻ്റെ പേരാണ്. ഇപ്പോൾ മനുഷ്യൻ, ഏത് മനുഷ്യർക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് മനുഷ്യൻ. അത് പല വ്യക്തികളാകാം, അല്ലെങ്കിൽ മൃഗം, ഏതെങ്കിലും മൃഗമാകാം, അത് പൊതുവായിട്ടുള്ള പേരാണ് മനുഷ്യൻ എന്നുള്ളത് ഗബ്രോ. ഇനിയും ഒരു കൂട്ടം ആളുകളെ ഒന്നിക്കുന്ന പേരാണ് സമൂഹ നാമം, ഒരു ഗ്രൂപ്പിൻ്റെ പേര് ശ്മോ ക്നൂഷോയോ. അതിന് ഉദാഹരണമാണ് മഷ്റീത്തോ സൈന്യം, ഒരു ഗ്രൂപ്പ് ആളുകളുടെ പേരാണ് സൈന്യം മഷ്റീത്തോ. ഇനിയും ഫോറിൻ നൗൺസ് ഉണ്ട് പരകീയ നാമം ശ്മോ നുക്രോയോ, സുറിയാനി ഭാഷയിൽ മറ്റു ഭാഷകളിൽ നിന്ന് എടുത്തുള്ള നാമമാണ് പരകീയ നാമം. ഏവൻ ഗേലിയോൻ, ഇത് ഗ്രീക്കാണ്, അത് സുറിയാനിയിലേക്ക് എടുത്തു. ഏവൻ ഗേലിയോൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് വ്യാകരണവുമായി ബന്ധപ്പെട്ട ഏതാനും വാക്കുകളാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. തൗദി സാഗി.